ഹായ്, ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നല്ല സോഫ്റ്റ് ആയ പൂ പോലത്തെ ഇഡലി ഉണ്ടാക്കാൻ പോവാണ്. അതിനു മുൻപ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് അമ്മ എങ്ങനെ ഇഡലി ഉണ്ടാക്കാൻ നോക്കിയാലോ? നേരെ വീഡിയോ. ഫ്രണ്ട്സ്, ഇന്ന് വറുത്ത പൊടി കൊണ്ടാണ് ഇഡലി റെഡിയാക്കുന്നത്. അരി വെള്ളത്തിലൊന്നും ഇടാണ്ട് വറുത്ത പരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായ ഇഡലിയാണ്. അളവ് കറക്റ്റായിരുന്ന നല്ല സോഫ്റ്റായ ഇഡലി കിട്ടും. അതിനായി 1/2 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിടാം. 125 ml കപ്പാണ് കേട്ടത്. ഇതിലേക്ക് ഇത്രയും ഏകദേശം 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. ഇനി ഇതാദ്യം നല്ല പോലെ കഴുകിയെടുക്കാം. ഉഴുന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 4 മണിക്കൂർ വയ്ക്കാം. ഉഴുന്നിട്ടിട്ട് 4 മണിക്കൂർ ആയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ വെള്ളം ഊറ്റി വയ്ക്കാം. ഇനി ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്നിട്ട വെള്ളം മാറ്റി വെച്ചതിൽ നിന്ന് ഇത് അരയ്ക്കാനുള്ള വെള്ളം ആവശ്യത്തിന് ഇതിലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ചോറ് ഇടാം. ഇഡലി നല്ല സ്മൂത്തായി കിട്ടാനാണ് കേട്ടോ ഇത്. ഇതിനി നല്ല ഫൈനായിട്ട് അരയ്ക്കാം. ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ ഒരു പാത്രത്തിലേക്ക് പകർത്താം. ഇത്തിരി വലുപ്പമുള്ള പാത്രത്തിലേക്ക് പകർത്തണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊന്തി വരുമ്പോൾ പുറത്തേക്ക് പോവും. ഇതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇടാം. 250 ml കപ്പിൽ 1 കപ്പ്. ഇനി ഉഴുന്നിട്ട വെള്ളം ബാക്കിയുള്ളത് ഇതിൽ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കിയത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഇതിൽ ഉഴുന്നരച്ചതിന് ശേഷം പൊടി അതിലിട്ട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആവണം ഇഡലി മാവ്. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് ചെറിയ കട്ട പോലെ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ കട്ടകൾ പോലെ ഉണ്ട്. അത് മാവ് പൊന്തി വരുമ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്താൽ മതി ഉണ്ടാക്കാൻ നേരത്ത്. ഇതിനി 8 മണിക്കൂർ വെക്കാം. ഇത് വെച്ചിട്ട് 8 മണിക്കൂർ ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ടോ, നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ പാത്രം നിറഞ്ഞ് പുറത്തേക്ക് പോവാറായി. അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ വലുപ്പമുള്ള പാത്രത്തിൽ വെക്കണം എന്ന് പറയണത്. ഇതിനി ഒന്നും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യാം. പൊടി മിക്സ് ചെയ്യുമ്പോൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് പൊടിയുടെ വറവിനനുസരിച്ച് കുറച്ച് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. മാവ് പൊന്തി വന്ന് മിക്സ് ചെയ്തപ്പോൾ കണ്ട് ഇതിൽ ചെറിയ കട്ടകൾ ഉണ്ടായതൊക്കെ പോയി. നല്ല സോഫ്റ്റായി മാവ്. ഉണ്ടാക്കണ നേരത്തെ ഇതുപോലെ ആയിട്ടിരിക്കണം ഇഡലിയുടെ മാവ്. ഇനി ഇഡലി റെഡിയാക്കാം. അതിനായി ഇഡലി തട്ടിൽ വെളിച്ചെണ്ണയോ നെയ്യോ തടവി കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയും നെയ്യൊന്നും പരട്ടാറില്ല. ഇത് വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് എടുത്താൽ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. നെയ്യോ വെളിച്ചെണ്ണയൊന്നും പരട്ടേണ്ട ആവശ്യമില്ല. ഇതൊരു വട്ടം വേവിക്കുമ്പോൾ 12 ഇഡലി വെക്കാനുള്ള മാവുണ്ട്. ബാക്കിയും ഉണ്ടാവും. ഇനി ഇത് വെക്കാനുള്ള പാത്രത്തിൽ 2.5 കപ്പ് വെള്ളം എടുക്കാം. ഇനി ഇതിലെ വെള്ളം തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലും ഇട്ട് 10 മിനിറ്റ് വയ്ക്കുക. ഇനി 6 ഇഡലിക്കും കൂടിയുള്ള മാവ് ബാക്കിയുണ്ട് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ എടുത്ത് ഇതുപോലെ തന്നെ ഇഡലി റെഡിയാക്കാം. ഇഡലി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലോണം വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം എടുത്താൽ ഇത് ഒട്ടി പിടിക്കാതെ കിട്ടും. കണ്ടോ, ഒട്ടി പിടിക്കാണ്ട് നല്ല സ്മൂത്തായ ഇഡലി റെഡിയായി. കണ്ടോ, നല്ല സ്മൂത്താണ്. നല്ല സ്പോഞ്ച് പോലെ പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലെ കറക്റ്റ് അളവ് എടുത്തു കഴിഞ്ഞാൽ വറുത്ത പൊടിയായാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡലി കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ സോഫ്റ്റ് ആയ പൂ പോലത്തെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, ബൈ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ